ഗുഡ് ആഫ്റ്റർനൂൺ വ്യൂവേഴ്സ്. ഇന്ന് അഡാനിയുടെ സ്റ്റോക്കുകളൊക്കെ വളരെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അഡാനി സ്റ്റോക്കിൻ്റെ ഫോളിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ അഡാനിക്ക് ഇസ്രയേലിൽ കുറേ ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, അഡാനിയാണ് പോർട്ടാണ് ഇസ്രയേലിലെ ഹൈഫ പോർട്ടിൻ്റെ 70% സ്റ്റേക്ക് കൺട്രോൾ ചെയ്യുന്നത്. സോ അത് ഏകദേശം അഡാനി ഗ്രൂപ്പായിട്ട് 1.2 ബില്യൻ്റെ പാർട്ട്ണർഷിപ്പ് ഇസ്രയേലുള്ള ഗഡോട്ട് ഗ്രൂപ്പായിട്ടുണ്ട്. സോ അത് വലിയൊരു കൺസേൺ ആയതുകൊണ്ടാണ് അഡാനി പോർട്ടിൻ്റെ വലിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു. 1400 താഴത്ത് ഇപ്പോൾ ചെയ്യുന്നത് അഡാനി പോർട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഹൈഫ പോർട്ട് എന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 3% അഡാനിൻ്റെ ടോട്ടൽ ആനുവൽ കാർഗോ വോളിയത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വൺ റീസൺ. വേറൊരു റീസൺ എന്ന് വെച്ചാൽ അഡാനീൻ്റെ ഈ ഡിഫൻസ് ആൻഡ് വെപ്പൺസ് മാനുഫാക്ചറിങ്ങിൽ ഇപ്പോൾ അഡാനിയും എൻറ്റർ ചെയ്തിട്ടുണ്ട്. സോ അഡാനി ഇസ്രയേലുള്ള ഇൽബിറ്റ് സിസ്റ്റംസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയായിട്ട് ഈ അഡ്വാൻസ് വെപ്പൺസ്, ഡ്രോൺസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. സോ അത് ഈ വെപ്പൺസ് 85% അത് ഡ്രോൺസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഈ ഡ്രോൺസ് ഉണ്ടാക്കുന്ന ഇസ്രയേലിലെ ഒരേ ഒരു കമ്പനി ഔട്ട്സൈഡ് ഇസ്രയേലുള്ളത് ഇന്ത്യയിലാണ്. അത് ഹൈദരാബാദിലാണുള്ളത്. അത് 85% ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സസ് ആണ് ഈ ഡ്രോൺസ് വാങ്ങിക്കുന്നത്, അഡാനി. സോ ഇത് അഡാനി ആയിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. സോ ദാറ്റ് ഈസ് നമ്പർ 2. നമ്പർ 3 എന്ന് വെച്ചാൽ അഡാനിക്ക് ഈ സെമി കണ്ടക്ടർ ബിസിനസ്സിലും ഇസ്രയേലുള്ള കമ്പനിയായിട്ട് കോപ്പറേഷൻ ഉണ്ട്. സോ ഏകദേശം 10 ബില്യൻ്റെ സെമി കണ്ടക്ടർ ജോയിൻറ്റ് വെഞ്ചർ ഇസ്രയേലിലെ ഒരു ടവർ സെമി കണ്ടക്ടർ ഗ്രൂപ്പായിട്ടുള്ള ഒരു കൊളാബറേഷൻ ഉണ്ട് അവർക്ക്. സോ അതും ഓൺ പോസിലുള്ളത്. സോ ഇതൊക്കെ കൊണ്ടാണ് അഡാനിൻ്റെ പോർട്ട്, അഡാനി ഗ്രൂപ്പ്സ് കുറയാനുള്ള കാരണം. സോ അഡാനിൻ്റെ സ്റ്റോക്സ് വാച്ച് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും. പിന്നെ വേറൊരു എന്താ പറയുക, ഒരു സാഡ് ന്യൂസ് എന്ന് കണ്ടത്, എയർ ഇന്ത്യക്ക് പിന്നെയും ഒരു ബോംബ് ത്രെട്ട് തായ്ലാൻഡിലുണ്ടായിട്ട് ഫുക്കട്ടിൽ അവരെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കിട്ടും. ഇത് എന്താ പറയുക, എയർ ഇന്ത്യൻ്റെ കുറച്ച് മാസം മുമ്പാണ് ശിവരാജ് സിംഗ് ചൗഹാൻ മറ്റേ ഇവിടെയുള്ള മധ്യപ്രദേശിലെ പഴയ ചീഫ് മിനിസ്റ്റർ അയാൾ ഈ ഫ്ലൈറ്റിൽ കയറിയിട്ട് എയർ ഇന്ത്യൻ്റെ സീറ്റുകളെ കുറിച്ചും ഫുഡിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ റിലീസ് ചെയ്യുന്നു. അന്ന് ഒരു എയർ ഇന്ത്യ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ ശിവരാജ് സിംഗ് ചൗഹാൻ പോലത്തെ ആൾക്ക് ഇങ്ങനെയൊരു റെസ്പോൺസ് എയർ ഇന്ത്യൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ട് നമ്മളെ പോലത്തെ ആൾക്ക് എന്ത് റെസ്പോൺസാണ് പ്രതീക്ഷിക്കേണ്ടത്. എനിവേ, താങ്ക് യു ഫോർ ബീങ്